ഹലോ ഗായ്സ്. സോ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ പോയി ഡയറക്ടർ റാമിന്റെ പറന്തുപ്പോ പടം കണ്ടു. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ ചുമ്മാ കയറിയ ഒരു പടമാണ്. പക്ഷെ വളരെ 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 സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ പടത്തിൽ. ഒരു കിടിലൻ ഫീൽ ഗുഡ് മൂവി, അടിപൊളി അല്ലെ. മനസ്സ് നിറയുന്ന സിനിമ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സിനിമ. അതെ, സത്യം. മൊത്ത പടം ഒരു ഫൺ റൈഡ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഫുൾ ഇമോഷൻസ് ആണ്. ഞാൻ കുറെ ചിരിക്കാൻ പറ്റി എനിക്ക്. എനിക്കും സത്യം. കാസ്റ്റ് എന്ത് പൊളി കാസ്റ്റാ. ശിവ മോനെ മെയിൻ റോള് പോലെ തന്നെ ഒരു കിടിലൻ അഭിനയം. ഇമോഷൻസ് ആണെങ്കിലും ശരി, തമാശ വൈബാണെങ്കിലും ശരി, ഒരു കണക്ഷൻസ് ആണെങ്കിലും ശരി, നമ്മൾ അങ്ങനെ ഇരുത്തി പോകുന്ന ഒരു അഭിനയമാണ്. അടിപൊളി. ശിവ മാത്രമല്ല, ആക്ച്വലി എല്ലാം ബാക്കി ആ കുട്ടിയാണെങ്കിലും ശരി, അജു വർഗീസ് ആണെങ്കിലും, ഗ്രേസ് ആന്റണി, അഞ്ജലി, എല്ലാവരും അവരുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നമ്മൾ വളരെ കണക്ട് ആയി പോവുക ആ പടം. അങ്ങനെ അവര് അഭിനയിച്ചിരിക്കുന്ന ഈ പടത്തിന്. ഈ സിനിമ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പാരന്റിങ്ങിലാണ്. പാരന്റിങ്ങിനെ കുറിച്ചാണ് ഈ സിനിമ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് അച്ഛൻ മകൻ തമ്മിലുള്ള ഒരു ബന്ധം, അവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവര് ഒരുപാട് ഇമോഷൻസ് കുത്തി നിറയ്ക്കാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം റിലേറ്റബിൾ ആയിട്ട് തോന്നി. ആവശ്യത്തിന് മാത്രം കൊടുത്തു. അതുകൊണ്ട് അത് ഈ സിനിമയ്ക്ക് വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയി. കുറച്ച് ലാഗിങ് സീൻസ് ഉണ്ടല്ലോ, ലാഗിങ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. മൊത്തം അങ്ങോട്ട് അവിടെ പാക്ഡ് ആയിരിക്കുന്നു, അങ്ങനത്തെ ഒരു പടമല്ല. പക്ഷെ അതൊരിക്കലും ആ ഫിലിമിനെ എഫക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, കുറച്ച് സീൻസ് നമുക്ക് തോന്നും ഇങ്ങനെ പോകുന്നു എന്ന് തോന്നും, പക്ഷെ അത് ഒരിക്കലും എഫക്ട് ചെയ്തില്ല. സ്മൂത്ത് ആയി തന്നെ അതെ, ഒരു സ്മൂത്ത് ആയിട്ട് തന്നെ അതുപോലും അടിപൊളിയായിട്ട് കണക്ട് ആയിട്ട് അങ്ങനെ പോയി, നൈസ് ആയിട്ട്. പിന്നെ കുറച്ച് റിയലൈസേഷൻസ് നമുക്ക് ഇതിൽ വരുന്നത് പറഞ്ഞാൽ, ഈ പാരന്റ്സ് എങ്ങനെ കുട്ടികളെ മനസ്സിലാക്കുന്നു, കുട്ടികൾ എങ്ങനെ തിരിച്ച് പാരന്റ്സിനെ മനസ്സിലാക്കുന്നു, അങ്ങനെ കുറച്ച് സീൻസ് എല്ലാം. അതായത് നമുക്ക് ഭയങ്കര ഒരു കണക്ട് ആവും. ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടു ആ ഒരു കുറെ സീൻസ്. അത് റിയൽ ലൈഫ് സീൻസ് നമുക്ക് റിലേറ്റബിൾ ആണല്ലോ. ഈ സിനിമയുടെ ഒരു മെയിൻ ആയിട്ട് എനിക്ക് വേറൊരു കാര്യം തോന്നുന്നത് വെച്ചാൽ ഇതിന്റെ മ്യൂസിക്. എനിക്ക് ഇതിന്റെ ഒരു സോൾ ആയിട്ട് തന്നെയാ തോന്നിയ മ്യൂസിക്. ആ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം. കിടിലൻ ഫാന്റാസ്റ്റിക് വർക്ക് ബ്രോ. ഇതിന്റെ ഡയലോഗ്സ് ആണെങ്കിലും അത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് അവര്. നമുക്ക് ചില ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചില ലൈഫിന്റെ ചില കാര്യങ്ങൾക്ക് നമുക്ക് റിയലൈസേഷൻ വരുന്ന പോലെ ചിലതൊക്കെ നമ്മൾ ഓർത്തു പോകും. അയ്യോ, ഓവറോൾ ഒരു കിടിലൻ ഫീൽ ഗുഡ് ഫിലിം. അതായത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയി. ഇമോഷൻസ്, ഹ്യൂമർ, റിയൽ ലൈഫ് മൊമെന്റ്സിനാണെങ്കിൽ അതും എല്ലാം കൂടെ ചേർന്ന ഒരു പാക്ഡ് ഫീൽ ഗുഡ് ഫിലിമാണ്. ഒരു കാര്യം പ്രോമിസ് ചെയ്യുക, ഈ പടം കണ്ട് ഇറങ്ങുമ്പോൾ നിങ്ങളൊരു ലൈറ്റ് ഹാർട്ട് ആയിട്ട് നമ്മൾ പുറത്ത് പോകുന്നുള്ളൂ. ഒരു സ്മൈലും കൊണ്ട് മനസ്സ് നിറഞ്ഞിട്ടേ ആ തിയേറ്ററിൽ ഇറങ്ങുള്ളൂ. കാര്യത്തിൽ ഞങ്ങൾ അഷുറൻസ്, ഞങ്ങൾ പ്രോമിസ് തരാം. അതാണ് അതിന്റെ മെയിൻ തിങ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായം. സോ നിങ്ങളും പോയി കാണുക, ഫാമിലിയോടൊപ്പം തന്നെ പോയി കാണുക. നല്ല രീതിയിൽ കണക്ട് ആവാൻ പറ്റിയ ഒരു പടമാണ്. ഫാമിലി ആയിട്ട് പോയി കാണേണ്ട പടമാണ്. അതെ, സത്യം. പോവാ, എൻജോയ് ചെയ്യുക, ഒരിക്കലും മിസ് ചെയ്യണ്ട. സോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ്സിൽ ഷെയർ ചെയ്യുക. ഇതിന്റെ തന്നെ ഇംഗ്ലീഷ് റിവ്യൂ ഞങ്ങളുടെ ചാനൽ തന്നെ ഉണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട്. ഇനിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. Until then, bye.